നമ്മൾ നായ്ക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നമ്മളതിനെ വില പറഞ്ഞ് വാങ്ങിച്ചു എഗ്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മുമ്പ് നമ്മൾ വീടുകളിൽ ചില പ്രിപ്പറേഷൻ നടത്തണം. അതിന് പപ്പി പ്രൂഫിംഗ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായക്കുട്ടി ഫ്രീ ആയിട്ട് അധികം മൂവ് ചെയ്ത് നടന്ന് മൂത്രമൊഴിക്കാനോ അപ്പിയിടാനോ ഉള്ള ചാൻസ് കൊടുക്കാതെ ഒരു കുറച്ച് ഏരിയയിൽ മാത്രം മൂവ് ചെയ്യാനുള്ള സന്ദർഭം കൊടുക്കുക. ആ ഏരിയ നമുക്ക് അതിന് ഏറ്റവും സേഫായിട്ട് വെക്കുക. ഇൻ ദ സെൻസ് ദാറ്റ് അവിടെ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, വയറൊന്നും ലൂസായിട്ട് കിടക്കാൻ പാടില്ല, ചെറിയ ബട്ടൺ അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസ് ആക്സിഡൻ്റലായിട്ട് എടുത്ത് വിഴുങ്ങത്തക്ക ഒരു ചാൻസ് കൊടുക്കാൻ പാടില്ല. ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞിട്ടാണ് നോക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ പപ്പി പ്രൂഫിംഗ് എന്ന് പറയുന്നത്. പപ്പി പ്രൂഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഒരു ഏരിയ അതിനായിട്ട് ഇയർമാർക്ക് ചെയ്ത് സേഫായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ പപ്പിയെ കൊണ്ടുവരാനായിട്ട്. കൊണ്ടുവരാൻ പോകുമ്പം നമ്മൾ ഒരു ടവല് കൊണ്ടുപോകണം. ആ ടവല് കൊണ്ടുപോയിട്ട് ഈ തള്ളപ്പട്ടിയെ കാണുകയാണെങ്കിൽ അതിൻ്റെ ദേഹത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വളരുന്ന പട്ടി കുഞ്ഞുങ്ങളുടെ ദേഹത്ത് നന്നായിട്ടിത് ഒന്ന് തിരുമ്മി തടവി എടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങളുടെ സ്മെല്ല് അതിൽ കാണും. അപ്പോൾ ആദ്യമായിട്ട് ഈ പട്ടിക്കുഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത പട്ടിക്കുഞ്ഞ് മാറി നിൽക്കുമ്പോൾ കുറച്ചെങ്കിലും ഇതിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് കുറച്ച് ഒരു സമാധാനം അതിന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെ ആ ടവലിനകത്ത് പൊതിഞ്ഞ് വേണം വീട്ടിൽ കൊണ്ടുവരാൻ. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കഴിയുന്നതും കൊണ്ടുവരുന്നതിന് മുമ്പ് ആഹാരവും വെള്ളവും കൊടുക്കാതിരിക്കുക. യാത്രയിൽ അല്ലെങ്കിൽ അത് ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. കൊണ്ടുവരുന്ന മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ആ വീട്ടിലെ അല്ലെങ്കിൽ ആ കെന്നലിൽ അതിനെന്ത് ഭക്ഷണമാണ് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ ഇതിൻ്റെ പറ്റുമെങ്കിൽ കുറച്ച് ഭക്ഷണം കൂടെ കരുതാനും മറക്കരുത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസങ്ങൾ ബാക്കിയുള്ള സമയം ഭക്ഷണം കൊടുക്കാനായിട്ട് അവിടുന്ന് കുറച്ച് ഭക്ഷണം കൂടെ കരുതുന്നതിനും തെറ്റില്ല. ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്, ഏത് ബ്രാൻഡാണ് കൊടുക്കുന്നത് മാത്രം അറിഞ്ഞാലും മതി. നമുക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇയർമാർക്ക്ഡായിട്ടുള്ള സ്ഥലത്ത് അതിനെ വിടുക. വിടുന്ന ഉടനെ ആ ടവൽ, അതിനെ പൊതിഞ്ഞ് കൊണ്ടുവരുന്ന ടവൽ വേണം അതിന് ബെഡായിട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു ബെഡ് ഉണ്ടെങ്കിൽ ആ ബെഡിൽ ഇത് വിരിച്ചിരിക്കണം. അതായത് അതിന് അമ്മയുടെയോ കുഞ്ഞുങ്ങളുടെ മറ്റു സഹോദരങ്ങളുടെ സ്മെല്ല് അതിൽ കിട്ടുമ്പോൾ അധികം അജിറ്റേറ്റ് ആവാതെ കുറച്ച് സമാധാനമായിട്ട് കിടന്നു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അതിനെ ഇയർമാർക്ക് ചെയ്ത്, അതായത് നമ്മളേതെങ്കിലും സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി മൂത്രം ഒഴിക്കുകയോ അപ്പിയിടാനുള്ള ചാൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം അതിനെ കൊണ്ടുവന്നിട്ട് ആ ബെഡിലോട്ട് വിടാനായിട്ട്. ആദ്യമൊക്കെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കും. ആദ്യ ദിവസമാണ്. കൂടുതൽ സമയം മൂത്രം ഒഴിക്കാനും കൂടുതൽ സമയം അപ്പിയിടാനും സാധ്യതയുണ്ട്. അതിൻ്റെ ആ പേടിയും ഭയവും സെപ്പറേഷനും കാരണം നമുക്ക് അധികം മൈൻഡ് ചെയ്യാതിരിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അധികം അതിനെ വരവി അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ കയ്യിലെടുത്ത് ഒന്നും ചെയ്തിരിക്കുക. പ്രായമുള്ളവർ അധികം ബഹളമൊന്നും ഉണ്ടാക്കാതെ പേടിപ്പിക്കാത്തതിന് സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇങ്ങനെയാണ് ആദ്യത്തെ 1-2 ദിവസം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്.